ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹേഷ് നാരായണൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെ മലയാള സിനിമയാണ് പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ചിത്രത്തിന്റെ രണ്ടാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 12ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമ 10ാം ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ 1,11,00,000 കളക്ട് ചെയ്തതെങ്കിൽ ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 50 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 27,76,00,000 രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് കളക്ഷൻ 75 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഷെയ്ൻ നിഗർ നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ദൃഢം. ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 39,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 ദിവസം കൊണ്ട് 2,67,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് കളക്ഷൻ 4 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മെയ് 8 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് റിവോൾവർ റിംഗോ. കിരൺ നാരായണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നിരഞ്ജൻ, അഞ്ജലി നായർ, വിജിലേഷ് കരയാട്, ലാലു അലക്സ്, സഞ്ജു ശിവറാം എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 2,80,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 19 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മെയ് 8 തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ മലയാള സിനിമയാണ് അംഗം അട്ടഹാസം. സുജിത്ത് എസ് നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മാധവ് സുരേഷ്, സൈജു കുറുപ്പ്, ഷൈൻ ടോം ചാക്കോ, നന്ദു ആനന്ദ്, അംബിക എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,10,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 18,15,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ നായകനായി വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മധുവിധു. ഈ സിനിമ 19ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 11,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ കേരളത്തിൽ 5 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിനിമയുടെ കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കളക്ഷൻ വിവരങ്ങളും പോസ്റ്ററും പുറത്തു വന്നിട്ടുമുണ്ട്. നിർമ്മാതാക്കളായ വിനായക പ്രൊഡക്ഷൻസ് പുറത്തുവിട്ട പോസ്റ്റർ പ്രകാരം ഈ സിനിമ കേരളത്തിൽ 6,15,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,05,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 8,20,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 3,20,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ഈ സിനിമ 11,40,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ 4 കോടി ബഡ്ജറ്റ് മാത്രം പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് 55 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 54 ദിവസം കൊണ്ട് കേരളത്തിൽ 19,52,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 1,368,52,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 426,58,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെയുള്ള 54 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,795,10,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. കൈൽ ബാൽഡ സംവിധാനം ചെയ്ത ദി ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന ഹോളിവുഡ് സിനിമ മെയ് 8 തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5,40,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. $75 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ആഗോളതലത്തിൽ നേടിയെടുത്തിരിക്കുന്നത് $27 മില്യൺ ആണ്. അതേസമയം ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ നെറ്റ് കളക്ഷനായി 4 ദിവസം 1,92,00,000 രൂപയും ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 2,30,00,000 രൂപയുമാണ്. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ വിവിധ സിനിമകളുടെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.